CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖം വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അത് അടിയന്തരാവസ്ഥ ഘട്ടമായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരം പരാമർശം. ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDFന് പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴായിരുന്നു ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നും അത് പറഞ്ഞാൽ വിവാദമാകില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചത്. അതിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. CPMനെതിരെ എല്ലാ കാലത്തും മുമ്പ് എപ്പോഴോ RSSുമായി വെച്ചിരുന്ന ബന്ധം ഇപ്പോഴും വിടാതെ വേട്ടയാടിയിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ലായിരുന്നു എന്ന മറുപടിയായിരുന്നു CPM നേതാക്കൾ ആവർത്തിച്ചു നൽകിയിരുന്നത്. അത്തരം അവകാശവാദങ്ങളെ പൊളിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. തികഞ്ഞ RSS രാഷ്ട്രീയമാണ് CPMനെ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രമേൽ ശക്തിയോടെ നിലനിർത്തുന്നത് പോലും. പൊതുവെ കേരളം ഉയർന്ന സംഘപരിവാർ വിരുദ്ധ മനോഭാവമുള്ള സംസ്ഥാനമാണ്. കേരളം മാത്രമല്ല, തെക്കേ ഇന്ത്യയും അത്തരത്തിൽ RSS വിരുദ്ധ രാഷ്ട്രീയം പേറുന്ന പ്രദേശമാണ്. എത്രമാത്രം RSS വിരുദ്ധത പറയുന്നുവോ അത്രമാത്രം ഉയരങ്ങളിലേക്ക് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എത്താറുള്ള സംസ്ഥാനമാണ് കേരളം. മാത്രവുമല്ല, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മതജാതി വിഷയങ്ങളും സങ്കീർണതകളും ഉണ്ടായാലും RSSനോ BJPക്കോ അത് മുതലെടുക്കുവാൻ കഴിയുകയില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് BJP വലിയ തോതിലുള്ള സമരങ്ങൾ സർക്കാരിനെതിരെ നടത്തിയിരുന്നു. സംഘപരിവാർ സംഘടനകൾ നടത്തിയ നാമജപയാത്രയൊക്കെ നാം കണ്ടതാണ്. ശബരിമല വിഷയം കത്തിക്കേറി നിൽക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളാകുവാൻ ഏറ്റവും അധികം ശ്രമിച്ചത് സംഘപരിവാർ തന്നെയായിരുന്നു. എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJP അടപടലം തോൽക്കുകയായിരുന്നു. കേരളത്തിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന നേമത്തെ കുമ്മനം രാജശേഖരന്റെ അക്കൗണ്ട് പോലും അന്ന് പൂട്ടിക്കെട്ടി പോകേണ്ടി വന്നു. ശബരിമല ഉൾപ്പെടുന്ന കോന്നി മണ്ഡലത്തിലും മഞ്ചേശ്വരത്തും ഒരേ സമയം മത്സരിച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ 8 നിലയിലാണ് പൊട്ടിയിരുന്നത്. BJPയെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത പൊതുസമൂഹമാണ് കേരളത്തിലേത്. അതിൽ ചെറുതായെങ്കിലും മാറ്റം വരുന്നത് സമീപകാലത്താണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും BJP അവരുടെ നില മെച്ചപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പരമ്പരാഗത കോൺഗ്രസ് CPM വോട്ടുകൾ സ്വന്തം പെട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ BJPക്ക് കഴിഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ ഐതിഹാസികമായ വിജയവും BJP കൈവരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ തേരോട്ടം നാം കണ്ടതാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ കാലത്തും CPMനൊപ്പം ഉറച്ചു നിൽക്കാറുള്ള ഈഴവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ക്രൈസ്തവർ പൊതുവെ കോൺഗ്രസിനൊപ്പം നിലകൊള്ളുന്ന രീതിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വലിയൊരു വിഭാഗം ക്രൈസ്തവർ BJPക്കൊപ്പം കൂട്ടുകൂടുന്ന നിലയിലാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും BJP അത്ഭുതങ്ങൾ കാട്ടും എന്നതിൽ ആർക്കും സംശയമില്ല. ഒരുപക്ഷെ CPM കാലാകാലങ്ങളായി അടക്കി വാഴുന്ന തിരുവനന്തപുരം നഗരസഭ പോലും BJPക്കൊപ്പം നിന്നാൽ അത്ഭുതപ്പെടാനില്ല. അത്രമേൽ സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് BJPക്ക് ഇന്നുണ്ട്. K സുരേന്ദ്രനെ പരിഹസിച്ചു ഒരു മൂലക്കാക്കിയ പോലെ എളുപ്പമല്ല രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധിക്കാൻ എന്ന് CPMും കോൺഗ്രസും ഒരേപോലെ മനസ്സിലാക്കുന്നു. കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള മാധ്യമത്തിന്റെ ഉടമ കൂടിയാണ് രാജീവ്. അതോടൊപ്പം തന്നെ ചിട്ടയായ പ്രവർത്തനമാണ് ഇന്ന് BJP സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത്. നിലമ്പൂരിൽ BJP മത്സരിക്കേണ്ട എന്ന നിലപാടായിരുന്നു രാജീവിനുണ്ടായിരുന്നത്. അതിനു പിന്നിൽ മറ്റുള്ള കാരണങ്ങളൊന്നുമല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. സ്വാഭാവികമായും നിലമ്പൂർ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമല്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന പ്രസിഡന്റിന്റെ തലയിൽ വരുമോ എന്ന സംശയം കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിയിരുന്നത്. എന്നാൽ BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടായിരുന്നു അവിടെ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത്.
എടുത്തത്. അപ്പോഴും സീറ്റ് BDJSന്റെ തലയിൽ കെട്ടിവെക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പാളുകയായിരുന്നു. ഇതോടെയാണ് കേരള കോൺഗ്രസിൽ നിന്നും ഒരാളെ ഇപ്പുറത്തു വരുത്തി സ്ഥാനാർത്ഥിയാക്കിയത്. ആദ്യം സ്ഥാനാർത്ഥിയാക്കിയ ശേഷമാണ് പിന്നീട് അംഗത്വം പോലും നൽകുന്നത്. സ്വാഭാവികമായും BJPയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥിയോട് BJPക്കാർക്ക് പോലും അത്ര കണ്ട് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടുകൾ UDF LDF മുന്നണികളിലേക്ക് വിഭജിച്ചു പോകും. UDF പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളെ ഒപ്പം നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ അൻവറിന്റെയും കണ്ണ് ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെയാണെന്ന് CPM മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, മത്സര രംഗത്ത് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി M സ്വരാജാണ്. അങ്ങനെ വരുമ്പോൾ പരമാവധി ഹിന്ദു വോട്ടുകളെ ഒപ്പം നിർത്തുകയാണ് CPMന് മുൻപിലുള്ള മറ്റൊരു ലക്ഷ്യം. അതിൽ തന്നെ BJP വോട്ടുകളെ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവും CPMനുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് MV ഗോവിന്ദൻ RSSനൊപ്പമുള്ള പഴയ കൂട്ടുകെട്ട് തുറന്നു പറഞ്ഞതെങ്കിൽ അത് അബദ്ധമാണെന്ന് കരുതേണ്ടതില്ല. ഒരുപക്ഷെ ബോധപൂർവം തന്നെ പറഞ്ഞതാകും. എന്നാൽ നിലമ്പൂരിൽ ആ പറച്ചിൽ ഗുണങ്ങളെക്കാൾ ദോഷം ചെയ്യുമെന്ന് MV ഗോവിന്ദൻ മനസ്സിലാക്കേണ്ടതായിരുന്നു.